ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കിവിടെ സുഖം തന്നെ. അപ്പോൾ അതാ ഇന്ന് സൺഡേ ആണ്, എല്ലാവർക്കും ലീവാണ്, ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ വൈകിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. അപ്പോൾ എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതാ അജു സ്കൂളില്ലാത്തപ്പം നേരത്തെ എണീക്കും. സ്കൂളുള്ളപ്പോൾ മദ്രസൊക്കെ ഉള്ളപ്പം പിന്നെ വിളിച്ചാൽ എണീക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ഇന്ന് ഇതാ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ മൂപ്പര് നേരത്തെ കാലത്ത് എണീച്ച് സൈക്കിളൊക്കെ ഓട്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഇന്ന് കിച്ചൺ ഡ്യൂട്ടിയാണ്. അപ്പോൾ കിച്ചണിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഉള്ളൊരു സംഭവം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇന്നലെ തന്നെ ഞാൻ കിച്ചടിപ്പരിപ്പും നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ വാങ്ങി വെച്ചിരുന്നു. അങ്ങനെ അതൊരു കിച്ചടി ആക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ വലിയ ഇഷ്ടമില്ല കിച്ചടിയൊന്നും, പക്ഷേ നല്ലതാണല്ലോ കിച്ചടി പരിപ്പൊക്കെ കുട്ടികൾക്കൊക്കെ. അങ്ങനെ കഴുകിയതാ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയൊരു തേങ്ങ ചിരണ്ടി അതിൻ്റെ പാലെടുക്കണം. അപ്പോഴത്തേനും കിച്ചടി പരിപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു തേങ്ങൻ്റെ പാല് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, തിളക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനെങ്ങനെയാണ് ഉണ്ടാക്കുക, ചിലർ പല മോഡലും ഉണ്ടാക്കും. കിച്ചടി പല ടൈപ്പിൽ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ഇത്തിരി ഉപ്പ്, നമ്മളെ പഞ്ചസാരൻ്റെ ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും ഉണക്കമുന്തിരിയും കൂടെ വറുത്ത് ഇട്ടതാണ്. അണ്ടി ഒക്കെ ഉണ്ടെങ്കിൽ, അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. അങ്ങനെ ഇതാ ചൂടാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്ലേറ്റിലേക്ക് ഇട്ടത്, അല്ലെങ്കിൽ ചെറിയ ബൗളിലാണ് ഞാൻ കഴിക്കുക. പിന്നെ ഞാനും മോനും ഇതൊക്കെ തിന്ന് ഇതിലേക്ക് നല്ല മധുരമില്ലാത്തൊരു കട്ടൻ ചായയും കൂടെ കുടിച്ച് കഴിഞ്ഞു. അങ്ങനെ ചായയുടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്കുള്ള തേങ്ങ മിക്സിയിലടിച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ് കേട്ടോ. ഇവിടെ എപ്പോഴാണ് കറണ്ട് പോകാമെന്ന് പറയാൻ പറ്റില്ല, കറണ്ട് പോയാൽ ഞാൻ കുടുങ്ങും. അപ്പോൾ അതുകൊണ്ട് തേങ്ങ അടിക്കലൊക്കെ വേഗം കൊണ്ട് തീർത്ത് വെച്ച് അത് കഴിഞ്ഞ് കിച്ചണിൽ കയറി കിച്ചണൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കുകയാണ്. പാത്രമൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകി പരന്നെടുക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ അതാ പുളി കിട്ടിയിട്ടുണ്ട്, ഇരുമ്പാമ്പുളി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് താളിക്കാമെന്ന് വിചാരിക്കുകയാണ് ഉച്ചക്കത്തേക്ക്. നമ്മൾ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പച്ചമുളക് വീട്ടിലുണ്ടായതാട്ടോ നമ്മളെ വീട്ടിൽ. അപ്പോൾ അതിന് പ്രത്യേക ഒരു സ്മെല്ല് ഞാൻ ശ്രദ്ധിക്കായിരുന്നു. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ആ ഒരു സ്മെല്ല് എനിക്ക് കിട്ടിയിട്ടില്ല, നല്ല എരിവുള്ളൊരു സ്മെല്ല്. അങ്ങനെ ആ പുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക് പൊട്ടിക്കുക, അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടുക, പിന്നെ ഉള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിടുക. പിന്നെ അതൊന്ന് വഴണ്ട് വന്നാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഈ പുളിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി അത് നല്ലോണം ഒന്ന് വഴണ്ട് വരണം. അങ്ങനെ ഇതാ ഐഷുമ്മ എണീച്ച് വന്നിട്ടുണ്ട്. ഐഷുമ്മനെ ഞാൻ ഒന്ന് ഫ്രഷാക്കി കിച്ചടിയൊക്കെ കോരി കൊടുത്തിട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അവളങ്ങനെ നടന്നോളൂ. അപ്പോൾ ഇതാ സിയൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഒരു നബിദിനത്തിന് എന്താ ഗ്രൂപ്പ് സോങ് മറ്റോ പഠിക്കുന്നുണ്ട്. പുളി അവിടെ താളി വരാനുള്ള ആ ടൈം കൊണ്ട് ഞാൻ ഉച്ചക്കത്തേക്ക് ഉരുളക്കിഴങ്ങുണ്ട്, അതൊന്ന് ക്ലീനാക്കി വെക്കാണ്. പുളി നല്ലോണം താളി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ലോണം ഒന്ന് ജസ്റ്റ് ഉടച്ച് അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇനി ഇതിലേക്കുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് ഒരു 2.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇത്ര മസാല മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. വേറെ ഗരം മസാല, മീറ്റ് മസാല അങ്ങനത്തതൊന്നും ഞാൻ ചേർക്കണില്ല. അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. നല്ലൊരു നാടൻ ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 3 മസാല മാത്രം മതി. ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത്
ഒന്ന് തിളച്ച് നല്ലോണം ഒന്ന് എല്ലാം കൂടെ മിക്സായി തിളച്ച് വന്നാൽ സംഭവം റെഡി. പിന്നെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്താൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ അച്ചാറൊക്കെ കൂട്ടണ പോലെ, നമ്മൾ പുളിയിഞ്ചിയൊക്കെ കൂട്ടണ പോലെയുള്ള മധുരവും എരിവും പുളിയൊക്കെ കൂടെ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് വരിക. അങ്ങനെ ഞാനിപ്പോൾ ഇതാ ഒരു 3 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കുകയാണ്. ഇത് ചോറിലേക്ക്, ബിരിയാണിയിലേക്ക്, നെയ്ച്ചോറിലേക്കൊക്കെ സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതാ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുനാരങ്ങ കലക്കി വെള്ളം ഉണ്ടാക്കുകയാണ്, ലൈം ജ്യൂസ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ കുട്ടിയൊക്കെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള കറിക്കുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വെക്കാണ്. നെയ്ച്ചോറും ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത്, ബീഫ് സ്റ്റൂ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഉള്ളി തക്കാളിയൊക്കെ അരിയലാണ്. അങ്ങനെ അതാ ഇഷ്ടകറി ഉണ്ടാക്കാനുള്ള ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഉലുവ വഴറ്റുക, പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ബാക്കിയുള്ള ഉള്ളി തക്കാളി പച്ചമുളക് അങ്ങനത്തെ എല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ്, പിന്നെ മസാലപ്പൊടികളൊക്കെ ഇടുകയാണ്, മീറ്റ് മസാല അങ്ങനത്തതൊക്കെ. ഇഷ്ടകറി ഞാൻ പ്രത്യേകം പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയണ കാര്യം തന്നെ. പിന്നെ പോരാത്ത ഞാനൊരു പ്രാവശ്യം ഇതിൻ്റെ ഒരു റെസിപ്പി ഇട്ടുണ്ട്, അപ്പോൾ എല്ലാവരും അത് കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും. പിന്നെ മസാലപ്പൊടികളെല്ലാം ഇട്ട് ഇത് ആവശ്യത്തിന് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അതാ മിക്സ് ചെയ്തതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫും കൂടെ ഇട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് അത് വേവിക്കാൻ വേണ്ടി വെക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് മൂടി വെക്കാം കേട്ടോ. ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ലേനും, ഇനിയിപ്പോൾ തേങ്ങ വെച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇടേണ്ടി വരും. അങ്ങനെ പിന്നെ ഞാൻ നെയ്ച്ചോറിൻ്റെ പണിയിലേക്ക് നിന്ന് ഉള്ളിയൊക്കെ വാട്ടുകയാണ്. അങ്ങനെ നെയ്ച്ചോറും ഇഷ്ടകറിയൊക്കെ അവിടെ വേവിക്കാൻ വെച്ചിട്ട് ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനായതൊക്കെ കഴുകി റാക്കൊക്കെ ക്ലീൻ ചെയ്യണ അങ്ങനത്തെ പണിയിലേക്കൊക്കെ നിന്ന് അങ്ങനെ എന്താ നെയ്ച്ചോറ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ ബീഫും ഉരുളക്കിഴങ്ങെല്ലാം അതും വെന്ത് അതിലേക്ക് തേങ്ങ അടിച്ച് വെച്ചത് ഒഴിച്ച് കുറച്ച് മല്ലിയില ഇട്ട് അത് നല്ലോണം തിളപ്പിച്ചെടുത്ത് കറി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഉള്ളിയും 1 പച്ചമുളകും അരിഞ്ഞതും പിന്നെ ഒരു പീസ് ക്യാബേജും ഒരു കുക്കുംബറാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതിടാം, പിന്നെ തക്കാളി അതൊക്കെ ഇടാം. ഞാൻ തക്കാളി ഒന്നും ഇട്ടിട്ടില്ല, പിന്നെ ക്യാരറ്റ് ഇവിടെ ഇല്ലേനും. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് ഇടുക. പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വിനീഗറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് തൈരും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ കുറച്ച് പപ്പടം കാച്ചി. അപ്പോൾ ലഞ്ചിന് ഇതൊക്കെയാണ് സംഭവം. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ആദ്യം കുട്ടികൾക്കെല്ലാം വാരി കൊടുത്ത് അത് കഴിഞ്ഞ് ഞാനും കഴിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ട സാധാരണ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.